ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാം ചാലഞ്ച്. അതെ ഗൈസ്, ഇക്കൊല്ലത്തെ നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. ഇക്കൊല്ലത്തെ ആദ്യത്തെ പരീക്ഷയാണ്. നമ്മൾ ഓണത്തിന്റെ എക്സാം നമുക്കില്ലായിരുന്നു. നമ്മൾ സ്ട്രേറ്റ് ക്രിസ്മസ് എക്സാമിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ വെറുതെ പാസ്സാക്കി വിട്ടു. അതെ, ഹാഫ് ഏർലി എക്സാം ആണിത്. അപ്പൊ നമുക്ക് ക്വാർട്ടർലിന്റെയും ഹാഫ് ഏർലിന്റെയും കൂടി ഒന്നിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് വരാൻ പോകുന്നത്. ടഫ് ആയിരിക്കും. അതെ, ടഫ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. യൂണിഫോമിൽ വരണമെന്നുള്ളത് ഞങ്ങൾ വൈറ്റും മുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. 5 കെട്ടി തന്നത് പിന്നെ ഇട്ടിട്ടില്ല. ഇനി അതിനുള്ള ഫൈൻ ഉണ്ടോന്ന് അറിയാം. കഴിഞ്ഞ 2 എക്സാമിന് ട്രോഫി കൊണ്ടുപോയത് 5 ആയിരുന്നു വിന്നർ ആയിട്ടുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയ ട്രോഫി വന്നിട്ടുണ്ട്. ഈ ട്രോഫിനെ ആരാ കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അധികം വീരവാദം ഒന്നും മുഴക്കുന്നില്ല, കാരണം 2 പ്രാവശ്യം വീരവാദം മുഴക്കിയിട്ട് നല്ല പൊട്ടിണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാർക്കിന് ചെറിയ ഡിഫറൻസ് തോക്കാറ്. അതെ. അപ്പൊ ഇപ്രാവശ്യം ആര് വിന്നർ ആവും, ഈ ഹാഫ് ഏർലി എക്സാം ആര് കൊണ്ടുപോകും നമുക്ക് നോക്കാം. കുരുത്തപ്പെട്ട മുഖമാണ്, എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എക്സാമിലേക്ക് കടന്നാലോ? സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. സാർ ഇൻവിജിലേറ്റർ കഴിഞ്ഞ 2 എക്സാം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ എക്സാം. റൂൾസിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിനും 25 മാർക്ക് വീതമായിരിക്കും. ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് മെമ്മറി ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു കഥ തരും, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കഥ തരും. ആ കഥ നിങ്ങൾക്ക് ഒരു തവണ മാത്രം വായിക്കാനേ ഞാൻ തരുള്ളൂ. എല്ലാവരുടെ കയ്യിലും ഞാൻ കഥ തരും, ഒറ്റ തവണ മാത്രം നിങ്ങൾക്ക് വായിക്കാം. ആ കഥനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതാണ് ടഫ്. മുഴുവൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്ക് കിട്ടും. പക്ഷെ ഓരോ റോങ് ആൻസറിനും നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഉണ്ടാവും. അതായത് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് 1 മാർക്ക് കുറയും. മനസ്സിലായില്ലേ? രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ 10 മിസ്റ്റേക്സ് ഉണ്ടാവും. ഓരോ മിസ്റ്റേക്സും നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 2.5 മാർക്ക് വീതം, അങ്ങനെ 25 മാർക്ക്. അതെല്ലാ റൗണ്ടിലും എല്ലാവർക്കും ഫുൾ മാർക്ക് പോലെ കിട്ടാറുണ്ട്. മൂന്നാമത്തെ എക്സാം എന്ന് പറയുന്നത് ഡ്രോയിങ് ആയിരിക്കും. അതിലാണ് ഞാൻ എപ്പോഴും പൊട്ടൽ. എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് വരച്ചു തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പിക്ചർ തരും, 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക. 25 മാർക്കിനായിരിക്കും. എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. അതെ, നീറ്റ്നെസ് ഒക്കെ പക്കായിട്ട് ആരാണോ ഡ്രോ ചെയ്യുന്നത് അവർക്ക് 25 മാർക്ക്. അതിലാണ് എനിക്ക് കുറച്ചും കൂടെ സ്കോർ എടുക്കാൻ പറ്റുന്നത്. ലാസ്റ്റ് എക്സാം ആണ് സ്പീഡ് റൈറ്റിംഗ്. നിങ്ങൾക്ക് ഞാനൊരു പാരഗ്രാഫ് തരും, തരുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ സ്പീഡിൽ അത് എഴുതി തീർക്കണം. എനിക്ക് പെട്ടെന്ന് കൈ വേദനയാവും. അപ്പൊ എനിക്ക് സ്പീഡിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ സ്പീഡിൽ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുത്തും കോമയും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ നോക്കിയിട്ട് വേണം എഴുതണം. ഏതെങ്കിലും ഒരെണ്ണം മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറയും. പിന്നെ നമ്മള് ലെറ്റർ എഴുതുന്ന കറക്റ്റ് ഫുൾ ആയിട്ട് എഴുതണം. ഈ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ പോയാലേ നമുക്ക് മാർക്ക് തരില്ല. വൃത്തിയിൽ എഴുതണം, വായിക്കാൻ പറ്റണം. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല, കുത്തും കോമയും എല്ലാം വേണം. ഓരോ മിസ്റ്റേക്സിനും നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? റെഡി ആണോ? 4 എക്സാംസ് ആണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ്. എനിക്കിപ്പോ തന്നെ പേടിയാവുന്നുണ്ട്. ഞാൻ കുറച്ച് കോൺഫിഡൻസ് വാരി. നമ്മള് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ എഴുതി. ഇത് ഓണപരീക്ഷ ഇല്ലാതെ ക്രിസ്മസിലോട്ട് വന്നപ്പോ അതിന്റേതായിട്ടുള്ള ഒരു ടഫ് ഫീൽ ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. ആണല്ലേ? നിങ്ങൾക്ക് ആൻസർ പേപ്പർ തരട്ടെ, എഴുതാനുള്ള പേപ്പർ. അടിപൊളി ബോർഡും പിന്നെ പുതിയ പെൻസില്, ടൈം ടേബിൾ ഒക്കെ ഇവിടെ എഴുതാൻ പറ്റും. അതെ, ഇപ്പൊ തൽക്കാലം എഴുതിയിട്ടില്ല. ഞാൻ എന്റെ പേര് മാത്രം മാറിപ്പോയിരുന്നല്ലോ. അപ്പൊ നമ്മളെ ബോർഡ് വേറെ ആരും എടുത്തോണ്ടായിരുന്നു. അതുകൊണ്ട് പേര് ഞാനിവിടെ എഴുതി വെച്ചു. ശ്രീലക്ഷ്മി കെ വരെ എഴുതി വെച്ചത്. പിന്നെ 2 പെന്നുണ്ട്. ഒരു പെണ്ണ് എഴുതുമ്പോ അഥവാ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത പെണ്ണ് എടുക്കുക. 2 പെണ്ണ്, പുതിയ സ്കെയില്, വലിയ റബ്ബർ, പിന്നെ ഷാർപ്പനർ, പെൻസില്, എല്ലാ സാധനങ്ങളുമായിട്ട് സജ്ജമായിട്ടാണ് ഞങ്ങൾ എഴുതാൻ പോവാ പേര്. ഞാൻ എന്നോട് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ട അഞ്ചി എന്ന് പറഞ്ഞല്ലേ. ഞാൻ മിയാന്ന് എഴുതി. ഗൈസ്, ഇവിടെ സ്കൂളിന്റെ പേര് എഴുതാണ് പുള്ളോത്തി പബ്ലിക് സ്കൂൾ. അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, അവിടെ അഡ്മിഷൻ കൊടുക്കില്ല. പബ്ലിക് സ്കൂൾ നല്ല പേരല്ലേ? ഹെഡ് മാസ്റ്റർ ഞാനാണ്. സൽമാൻ ഫാരിസ്. ഓക്കെ, പുള്ളോത്തി പബ്ലിക് സ്കൂൾ. ഡിവിഷൻ ഏതാ? ഞാൻ ബി എഴുതി. നമ്മള് ബി അല്ലായിരുന്നോ? നമുക്ക് നേരെ എക്സാമിലേക്ക് കിടക്കാം. അതെ, ഹലോ അല്ല സാറേ, ഒന്ന് പേപ്പർ. പുള്ളോത്തി പബ്ലിക് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയ സാർ ഞങ്ങൾക്ക് പേപ്പർ തരേണ്ടതാണ്. എക്സ്ട്രാ പേപ്പർ വേണമെങ്കിൽ ചോദിക്കണം. പിന്നെ
എനിക്ക് 5 മാറ്റി വെച്ചോളൂ. വെറുതെ ഇത് കളിക്കാം. അതിന് സാറ് വാങ്ങിയില്ലെന്ന് തോന്നുന്നു. സാറിന് അറിയാം കുട്ടികളൊന്നും പോരാ. Guys, നമ്മള് മാർജിൻ വരച്ചോണ്ടിരിക്കുകയാണ്. മാർജിൻ തന്നെയല്ലേ ഇനി പറയുന്നത്? ഒക്കെ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്കും എക്സാം എഴുതിയെടുക്കണം. ഉണ്ടാവൂലേ? ഞങ്ങള് ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 15 എക്സാം ആണ്. അതെ, ഞങ്ങൾ അതൊക്കെ നോക്കി വെച്ചിട്ട് അവിടെ എക്സാം നമ്മൾ ഇവിടെയാണ് പേര് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഗൈസ് മാർജിൻ ഒക്കെ വരച്ച് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പേപ്പർ കാണാൻ പറ്റില്ല. എപ്പോഴേ വൃത്തിയിൽ കാണാൻ പറ്റും. അതെ, ശ്രീലക്ഷ്മി കെ. അഞ്ജിത MC. റോൾ നമ്പർ എഴുതണേ. റോൾ നമ്പർ ഞാൻ റോൾ നമ്പർ 1 അല്ലേ? അല്ല, അഞ്ജിത A എന്ന് പറയുമ്പോ എന്റെ ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ ഞാനൊരു 18ാമതൊക്കെ ആയിരിക്കും. അപ്പൊ 18 18ഓ? N വരുമ്പോ 18. ഓക്കെ. ഞാൻ ഷാമിയ. ഞാൻ എന്റേത് 52 റോൾ നമ്പർ. ഷാമിയ C. ഹായ്, റോൾ നമ്പർ ഞാൻ S ആണല്ലോ. 52. 352 ആവുമ്പോ ഞാൻ 50. ഓക്കേ ഗൈസ്. ഓ, ഇവരെ അടുത്തടുത്താണ്. അതെ, അപ്പൊ ഗൈസ് നമ്മള് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, ചോദ്യപേപ്പർ തന്നോളൂ. എനിക്ക് ഭയങ്കര പേടിയുള്ള എക്സാം ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇത് സ്റ്റോറിയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരാം. അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് അത് വായിക്കാൻ ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ആ പേപ്പർ വാങ്ങിക്കും. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ വായിക്കണമെങ്കിൽ വായിക്കാം. ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം. ഓക്കെ. അതെ, ശ്രദ്ധിച്ചു വായിക്കണം. വലിയ കഥയായിരിക്കും, ശ്രദ്ധിച്ചു വായിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം വരിക. ഓക്കെ അല്ലേ? റെഡി? എല്ലാവരും റെഡി ആയിക്കോളൂ. അയ്യോ, വലിയ കഥയാ. ഓട്ടപ്പന്തയം വീണ്ടും. ഓക്കെ. നാണം കിടത്താനായിട്ട് യൂട്യൂബിൽ കാർട്ടൂൺ വീഡിയോ കാണുകയായിരുന്ന പങ്ങൻ മുയൽ പൊട്ടിത്തെറിച്ചു. എന്താ ഇപ്പൊ ഉണ്ടായേ? പങ്ങന്റെ ഭാര്യ മിമ്മി ചോദിച്ചു. ഇപ്പൊ ഉണ്ടായതല്ല, പണ്ട് വളരെ പണ്ടുണ്ടായതാ. എന്ത്? മിമ്മിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഏതോ തലമുറയിലെ ഒരു മുയൽ ആമയുമായി ഓട്ടപ്പന്തയത്തിൽ തോറ്റില്ലേ? ആ നാണക്കേട് ഒരിക്കലും മാറില്ല. യൂട്യൂബിൽ കാർട്ടൂൺ വീഡിയോയും ഉണ്ട്. അതങ്ങനെ പറ്റിപ്പോയി. ഇനി അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ? അപ്പൊ നാണക്കേട് മാറ്റണ്ട എന്താണോ നീ പറയുന്നത്? എന്നാൽ അതിനൊരു പോംവഴി നിങ്ങൾ തന്നെ പറഞ്ഞുതാ. നാണക്കേട് മാറ്റാൻ വീണ്ടും ഒരു ഓട്ടപ്പന്തയം സംഘടിപ്പിച്ചാലോ? ഓടാൻ ഞാൻ തയ്യാറാണ്. തലയിൽ നിന്നെ. മടിയനായ നിങ്ങളോ? ഓടുന്നതിനിടയിൽ എവിടെയെങ്കിലും ഉറക്കം തൂങ്ങി വീഴും. പിന്നെ നാണക്കേട് വരുത്തും. പറഞ്ഞേക്കാം. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. മത്സരത്തിന് ആമയെ കിട്ടുമോ എന്ന് അറിയേണ്ടു. മിമ്മി ആലോചിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് കുഞ്ഞാമൻ ആമയെ മത്സരത്തിന് വിളിച്ചാലോ? മൂപ്പര് വലിയ പൊങ്ങച്ചക്കാരനല്ലേ. പിന്നെയൊന്നും ആലോചിക്കാൻ പോയില്ല. നേരെ ചെന്ന് കുഞ്ഞാമൻ ആമയോട് വിവരം പറഞ്ഞു. കുഞ്ഞാമൻ മത്സരത്തിന് തയ്യാറായി. കാട്ടിലെ കലബില സ്പോർട്സ് ക്ലബ് മത്സരത്തിന്റെ ചുമതല ഏറ്റെടുത്തു. മത്സര ദിവസം വന്നെത്തി. മത്സരം കാണാനായി മൃഗങ്ങളെല്ലാം എത്തിച്ചേർന്നു. പുതിയ തരം ഷോർട്സ് ധരിച്ചെത്തിയ പങ്ങൻ മുയൽ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ചന്ദൻ കുരങ്ങനായിരുന്നു റഫറി. 1/2 കിലോമീറ്റർ ദൂരമാണ് ഓടിയെത്തേണ്ടത്. അയ്യോ, മത്സരം തുടങ്ങുന്നിടത്തും മത്സരം അവസാനിക്കുന്നിടത്തും പക്ഷികളും മൃഗങ്ങളും നിലയുറപ്പിച്ചു. സമയമായപ്പോൾ ചന്ദൻ കുരങ്ങൻ വിസിലടിച്ചു. രണ്ടുപേരും ഓടാൻ തുടങ്ങി. 200 മീറ്റർ ഓടിയെത്തിയപ്പോഴേക്കും പങ്ങൻ മുയലിന്റെ വലതുകൈ വിറയ്ക്കാൻ തുടങ്ങി. ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നതാണ്. പങ്ങൻ പിന്തിരിഞ്ഞു നോക്കി. കുഞ്ഞാമൻ മുയൽ വളരെ പുറകിലാണ്. കുറച്ചു നേരം വാട്സപ്പ് നോക്കി കൈവിറ മാറ്റാം, എന്നിട്ട് ഓടാം. പങ്ങൻ മുയൽ തണലിലേക്ക് മാറിയിരുന്ന് ഷോർട്സിന്റെ പോക്കറ്റിൽ നിന്ന് സ്മാർട്ട് ഫോൺ എടുത്ത് വാട്സപ്പ് തുറന്ന് അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതോടെ എല്ലാം മറന്നുപോയി മൂപ്പർ. കുറെ നേരം കഴിഞ്ഞ് ആർപ്പുവിളി മുഴങ്ങിയപ്പോഴാണ് പങ്ങൻ മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് ചുറ്റും നോക്കിയത്. കുഞ്ഞാമൻ ആമ ലക്ഷ്യസ്ഥാനത്തെത്താനായിരിക്കുന്നു. കുഞ്ഞാമൻ ആമയ്ക്ക് എല്ലാവരും ജയ് വിളിക്കുന്നത് നോക്കി നിൽക്കാനേ ആയുള്ളൂ പങ്ങൻ മുയലിന്. ഏതു നേരവും ഫോണിൽ നോക്കിയിരിക്കുന്നവർക്ക് ഇതിലപ്പുറവും പറ്റും. വീട്ടിലെത്തി നാണക്കേടോടെ തലയും കുമ്പിട്ടിരിക്കുന്ന പങ്ങൻ മുയലിനോട് ഭാര്യ പറഞ്ഞു. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, കഴിഞ്ഞു. ഇൻവിജിലേറ്റർ ശരിയല്ല കേട്ടോ, പിടിച്ചു വാങ്ങുന്നു. അവന്റെ കളി മൊത്തം പോയി. എത്ര
മാത്രം വലിയ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി എന്നിട്ട് പേടിയോ ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കാൻ പാടില്ല. അത് ശരി. ഓക്കെ ഞാൻ പറയുമ്പോൾ മാത്രം തുറക്കാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിഞ്ഞ തവണ 2 മിനിറ്റ് ഇരുന്ന് തന്നിരുന്നത്, പക്ഷെ അത് വലിയതായോണ്ട് 3 മിനിറ്റ് സമയം തരുന്നുണ്ട്. ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ പൊത്തി വെച്ച് എഴുതണം. 10 ചോദ്യമായിരിക്കും ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 2.5 മാർക്ക് വീതം. ഓരോ തെറ്റുത്തരത്തിനും മൈനസ് മാർക്ക്. എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓരോ തെറ്റുത്തരത്തിനും മൈനസ് മാർക്ക്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. അയ്യോ എന്റെ ഇത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോയേ. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ എനിക്ക് ഉണ്ട് ഗൈസ്. അതെ 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 ശരിയാണ്. ശ്രീ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെയാണ് എഴുതുന്നത്, പഠിപ്പിക്കുന്നു. സാമിത്രേ 1 മിനിറ്റ് കഴിഞ്ഞു. ഈ പെന്ന് ശരിയില്ല കേട്ടോ. വേറെ പെന്നല്ലേ 2 പെണ്ണ് തന്നില്ലേ? ലാസ്റ്റ് 2 മിനിറ്റ്സ്. അയ്യോ 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 എനിക്കൊക്കെ മറന്ന്. എനിക്കൊക്കെ മറന്നു. ഞാൻ പൊട്ടി. എവിടെയാണെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് 1 മിനിറ്റ്. 1 മിനിറ്റ് ആവാം. എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട്. സാമിത്രണ്ട് 30 seconds left. Last 20 seconds. എന്താണ്? Last 10 seconds. എനിക്ക് കിട്ടിയില്ല ഒന്നായിട്ടത്. ബാക്കിയൊക്കെ കിട്ടി. ശരിയാണോന്ന് എനിക്കറിയില്ല. എഴുത്തൊക്കെ ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞു. പെന്നാൽത്തേക്കണം. ഓക്കെ ഗൈസ്, ഇതില് കുറച്ചൊക്കെ ശരിയാണ്. കുറച്ചൊരു 4-4 നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ കാര്യമായിട്ട് തലയിൽ ഒരു സാധനം ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു. അത് മറന്നുപോയി. മാർക്കടാ എവിടെയാണ് തുടങ്ങണ്ടേ? ടോപ്പ് ഇപ്രാവശ്യം സ്കോർ ചെയ്തോ? ഞാൻ 9 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനത് വിട്ടു. ബാക്കിയൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല. വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ. ഓക്കെ, അയ്യോ എന്റെ ആൻസർ ഷീറ്റ് ഭയങ്കര വൃത്തികേടാണ്. എഴുതുമ്പോ കുഴപ്പമില്ല. പങ്ങൻമുയലിന്റെ ഭാര്യയുടെ പേരെന്ത്? ശരിയാണ്. ഓട്ട മത്സരത്തിൽ എതിരാളിയായി പങ്ങൻമുയൽ തിരഞ്ഞെടുത്തത് ആരെയാണ്? അതും കറക്റ്റാണ്. മത്സരത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തത് ആരാണ്? അതും കറക്റ്റാണ്. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പങ്ങൻമുയൽ ധരിച്ച വസ്ത്രം എന്തായിരുന്നു? അത് കറക്റ്റാണ്. ആ മത്സരത്തിന്റെ referee അത് എനിക്ക് മറന്നു. ഞാൻ നോക്കി വെച്ച സാധനം ഇരുന്നത്. മത്സരം വിജയിക്കാൻ എത്ര ദൂരമാണ് ഓടിയെത്തേണ്ടത്? 200 മീറ്റർ ഓടിയെത്തിയപ്പോഴേക്കും പങ്ങൻമുയലിന് എന്താണ് സംഭവിച്ചത്? പക്ഷികളും മൃഗങ്ങളും എവിടെയാണ് നിലയുറപ്പിച്ചത്? തെറ്റാണ്. അയ്യോ, പങ്ങൻമുയൽ തണലിലേക്ക് മാറിയിരുന്ന സ്മാർട്ട് ഫോണിൽ എന്താണ് തുറന്നത്? ഏതു നേരവും ഫോണിൽ നോക്കിയിരിക്കുന്നവർക്ക് ഇതും ഇതിലപ്പുറവും പറ്റും. ഇത് ആരുടെ വാക്കുകളാണ്? 1, 2, 3, 4, 5, 6, 7, 8 ശരിയാണ്. ഒരെണ്ണം തെറ്റി. ഒരു മാർക്ക് മൈനസ് ഉണ്ട്. വിജിലേറ്റർ റെഡ് പെൻ എടുക്കാൻ ഇപ്പോഴെടുത്ത് വരുന്നത്. അപ്പൊ ഓരോ ആൻസറിനും 1/2 മാർക്ക് 2.5 മാർക്ക് വീതമാണ്. 2.5 ഇത് തെറ്റാണ്. അപ്പൊ അതിനൊരു മൈനസ് വരും. 2.5 ഓക്കെ. 5, 10, 15, 20 ഒരു മൈനസ് വരും. അപ്പൊ 19 മാർക്കാണ് 25 കിട്ടിയത്. എഴുതാത്തിന് മൈനസ് മാർക്കില്ല. തെറ്റിന് മാത്രം മൈനസ് ഉള്ളൂ. ഓക്കെ,
ടോട്ടൽ 19. ഞാൻ ഷാമിനെ ചെക്ക് ചെയ്യാം. ഒന്നും കൂടെ നോക്ക്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട. അതൊന്നും ഒന്നുമല്ല. എനിക്ക് കൈ വരച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. കൈ വരെ വരുന്നില്ലേ പേടിയായിട്ട്? സത്യം എനിക്ക് കൈയൊക്കെ തണുപ്പ് വരെ വെച്ചിട്ട്. ഓക്കെ, ഫസ്റ്റ് ശരിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഇവിടെ. ഇത് ശരിയാണ്. ഓക്കെ, ആ കുഴപ്പമില്ല. ആ കറക്റ്റ് കറക്റ്റ്. 8 എഴുതിയിട്ടില്ലേ? 8 ഇവിടെ. ഓക്കെ ഓക്കെ. ഫുള്ള് ശരിയാണോ? ടോപ്പർ. 25 വാങ്ങി ഷാമി ചരിത്രം ഞാൻ എന്തായാലും ഒന്നും എഴുതിയില്ല. ഇനി പിന്നെ തെറ്റും തല്ലും കൂടെ ആവുമ്പോ എന്തായാലും ലെവലാവും. കാര്യമായിട്ട് പഠിച്ചു വന്നു. അതെ 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 അതെ. ഞാൻ സ്കൂളിലോ വാങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ 8ാമത്തെ ആൻസർ ഭയങ്കര ബ്രില്യന്റ് ആൻസർ ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി. അപ്പൊ ഇനിയിപ്പോ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഇനിയിപ്പോ മാർക്ക് തന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ മലയാളത്തിൽ എഴുതിയാണ് ഞാൻ വിട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ അഞ്ജുനെ നോക്കാം. എനിക്ക് കൺഫ്യൂഷൻ ആയി. ഓക്കെ, എന്റേതാ. ഓക്കെ, ശരിയാണ് 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 ശരിയാണ്. ഓക്കെ, ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓ സോറി, ഇത് തെറ്റാണ്. എനിക്ക് തോന്നി, ഡൗട്ട് ആയിരുന്നു. ആ ഇത് ശരിയാണ്. അപ്പം 2.5 2.5. ഞാനും 5 സെയിം മാർക്കല്ലേ ആയിരിക്കും. അതെ, 2.5 2.5 0 2.5. അപ്പം 5 10 15 20 20 ഒരു 1 മൈനസ് 19. 19. ഞങ്ങള് രണ്ടുപേരും സെയിം മാർക്ക്. ഫസ്റ്റ് എക്സാം ആദ്യമായിട്ടാണ് ഗൈസ് ഈ എക്സാം ചലഞ്ചിൽ ഞാൻ ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്തത്. സങ്കടം വന്നു. അപ്പൊ ഉത്തരങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങള് ഷാമി ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടി വായിച്ചു. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പങ്ങൻ മുയലിന്റെ ഭാര്യയുടെ പേരെന്ത്? മിമി. ഓട്ട മത്സരത്തിൽ എതിരാളിയായി പങ്ങൻ മുയൽ തിരഞ്ഞെടുത്തത് ആരെയാണ്? കുഞ്ഞാമനാമ. മത്സരത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തത് ആരാണ്? കലപില ആർട്സ് ക്ലബ്. എല്ലാവരെയും ശ്രദ്ധ എന്ത് കലവില സ്പോർട്സ് ക്ലബ് അല്ലേ? ചെറുതായിട്ട് ഞാൻ ആർട്സ് എഴുതിയത്. വലിയൊരു ട്വിസ്റ്റ് ആണ്. ഓ സാറിന് വരെ തെറ്റിപ്പോയല്ലോ. സ്പോർട്സ് എന്നുള്ളത് ഞാൻ എന്തിനാ ആർട്സ് നമുക്ക് ആർട്സ് ഒരിക്കലും വരില്ല അതില്. അതെ, സ്പോർട്സ് സോറി ഗൈസ് 25 എനിക്ക് വാങ്ങാൻ പറ്റില്ല. ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് എന്നെങ്കിലും എഴുതിയത്. അത് ആക്ച്വലി ഇത് റീവാലുവേഷനിൽ പറ്റിയതാണ് കേട്ടോ. സോറി ഗൈസ്. റീവാലുവേഷന് കൊടുത്ത സമയത്ത് ചെറുതായിട്ട് നല്ല മാർക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ 21.5 മാർക്കുള്ളത്. ഇത് എങ്ങനെ 21.5 ആയി എന്നുള്ളത് എനിക്ക് സാറ് പറഞ്ഞിരുന്നോ? അതായത് 9 ശരിയുത്തരം. അപ്പൊ 2.5 വീതം 22.5 മാർക്ക് അല്ലേ? അതിൽ നിന്ന് -1. അതായത് തെറ്റുത്തരം അതിനെ കൊണ്ട് -1. അപ്പൊ 21.5 മാർക്ക്. ഓക്കെ, 25 പെട്ടെന്നായിരുന്നു. അത് വല്ലാത്തൊരു അടിയായി പോയിട്ട് ഭയങ്കര ഉഷാറായിരിക്കും. അതല്ലേ ആർട്സ് ക്ലബ് സ്പോർട്സ് ക്ലബ് ആണെന്ന് എനിക്ക് അറിയാം, എന്റെ തലയിലുണ്ട്. പക്ഷെ എഴുതുന്ന സമയത്ത് നമ്മൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നല്ലേ ഉണ്ടാവില്ലേ? അപ്പൊ പെട്ടെന്ന് ആർട്സ് മാത്രം ഞാൻ എഴുതി. ക്ലബ് മൊത്തമായിട്ട് മാറിപ്പോയി. അതുകൊണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തരുമായിരുന്നു. അതെ അതെ. എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പങ്ങൻ മുയൽ ധരിച്ച വസ്ത്രം എന്തായിരുന്നു? പുതിയ ഷോർട്സ്. പുതിയ തരം ഷോർട്സ്. അതെ. മത്സരത്തിന്റെ റഫറി ആരായിരുന്നു? മത്സരത്തിന്റെ റഫറി ചന്ദൻ കുരങ്ങൻ. അതെനിക്ക് മറന്നുപോയി. മത്സരം വിജയിക്കാൻ എത്ര ദൂരമാണ് ഓടിയെത്തേണ്ടത്? 1/2 കിലോമീറ്റർ. അതെ. 200 മീറ്റർ ഓടി എത്തിയപ്പോഴേക്കും പങ്ങൻ മുയലിന് എന്താണ് സംഭവിച്ചത്? വലതു കൈ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷികളും മൃഗങ്ങളും എവിടെയാണ് നിലയുറപ്പിച്ചത്? അതെനിക്ക് അറിയില്ല. അത് മത്സരം തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും. അത് ബ്രില്യന്റ് ആൻസർ. പറയാനില്ല, എനിക്ക് മറന്നുപോയി. പങ്ങൻ മുയൽ തണലിലേക്ക് മാറിയിരുന്ന് സ്മാർട്ട് ഫോണിൽ എന്താ തുറന്നത്? ഞാൻ യൂട്യൂബ്. ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ വാട്സപ്പിൽ ഇത്രയും സമയം പോകാൻ എന്താ വെച്ചിട്ട് ഞാൻ ലോജിക്കലി ആലോചിച്ചു. അങ്ങനെയൊക്കെ പോയി പെട്ടെന്ന്. ഏത് നേരവും ഫോണിൽ നോക്കിയിരിക്കുന്നവർക്ക് ഇതും ഇതിലപ്പുറവും പറ്റും. മിമ്മിയുടെ വാക്കുകൾ. ഞാനാദ്യം മിമ്മി എന്നിട്ട് എഴുതി വെച്ചതാണ്. അപ്പൊ ഫസ്റ്റ് എക്സാമിൽ ഞാനും ശ്രീയും 19 മാർക്കോട് കൂടി, ഷാമി
21.5 മാർക്കോട് കൂടെ മുന്നിലാണ്. Well done. താങ്ക് യു. അടുത്ത എക്സാമിലോട്ട് കിടക്കാം. തുടങ്ങാം. അപ്പൊ നമ്മൾ അടുത്ത എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുകയാണ്. തുറന്നു നോക്കാൻ പാടില്ല. തുറന്നു നോക്കൂല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു സ്റ്റോറിന്റെ കുറച്ച് ഭാഗമായിരിക്കും. അതിൽ 12 സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും. 10 എങ്കിലും ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓരോ ശരി ഉത്തരത്തിനും 2.5 മാർക്ക് വീതമായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? 3 മിനിറ്റ് ആയിട്ട് സമയം ഉണ്ടാവുക. ഓക്കെ, അതിനിടയിൽ വായിച്ച് നിങ്ങൾ അത് എഴുതി തീർക്കണം. Your time starts now. Snow White and the 7 Dwarfs ആട്ടോ കഥ. ഓക്കെ, ഇതിൽ തെറ്റുണ്ടോ? 1 മിനിറ്റ് കഴിഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. 1 മിനിറ്റ് 30 സെക്കൻഡ് ആയിട്ടാ. Last 1 minute. Last 20 seconds. അയ്യോ, 10, 9. Last 5 seconds. അയ്യോ കുറച്ചു കഴിഞ്ഞു. പെണ്ണ് താഴ്ത്തേക്കണം. ടെൻഷൻ എഴുതി എനിക്കറിയില്ല. ഞാൻ കുറച്ചുണ്ട്. ഞാൻ എഴുതിയത് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ എഴുതിയാൽ ഞാൻ ഇതിൽ മാർക്കും ചെയ്തില്ല. മാർക്ക് ചെയ്തോ? ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിൽ മാർക്ക് ചെയ്യട്ടെ സാറേ? കുഴപ്പമില്ല. ഓ, അതിന് മാർക്ക് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെ മാർക്ക് ചെയ്തോളൂ, എന്നാ കുറച്ചുകൂടി എളുപ്പമായില്ലേ? ഓക്കെ. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ടൈം പോയത് അവിടെയാന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാ നോക്കാം. നീ കൊറേ എഴുതിയിട്ടുണ്ട് കുറയില്ല, അപ്പൊ കറക്റ്റ് 10 അതിൽ ഒന്ന് തെറ്റിയാ കഴിഞ്ഞ്. ഓക്കെ, ഓക്കെ, അപ്പൊ ശരിയാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. എന്താ തെറ്റാൻ കാരണം? റേജ് ആണ് വരുന്നത് കേട്ടോ. മനസ്സിലായി. ഓക്കെ, അൺസ്മെൻ ശരിയാണ്, സ്ട്രേഞ്ച് ശരിയാണ്, ഇത് തെറ്റാണ്. ഇവിടെ ഒരു W വരാണ്ട്. ശരിയാണ്, സ്ട്രെച്ചിങ് ശരിയാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 8 ശരിയാണ്. ഈ റൗണ്ടിൽ മൈനസ് ഇല്ല, ഓൾറെഡി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നതാണല്ലോ. ഓക്കെ, അപ്പൊ 1 2 3 20 8 ശരിയാണ്. അപ്പം 20 മാർക്ക്. ഓക്കെ, ഭയങ്കര നമ്മള് വിചാരിക്കും ഇത്രയും ചെറിയ കഥയല്ലേ, പക്ഷെ സമയത്തിന്റെ പ്രശ്നമായിരുന്നു. നമ്മളെ തലയിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ തെറ്റുള്ളത് കാണൂല. അതെ, അവ തുടക്കത്തിൽ ആ സ്പെല്ലിങ്ങിന്റെ ഇതിൽ നമ്മൾ എഴുതും, പിന്നെ രണ്ടാമത് വായിക്കുമ്പോഴത്തേ സമയം Okay, guys, ഞാൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഞാൻ 7 എണ്ണാണ് എഴുതിയത്. അതിലേക്ക് തെറ്റുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഓക്കെ, ഇത് ശരിയാണ്. ഇത് ഞാൻ കേട്ടായിരുന്നു. സ്ട്രേഞ്ച് എന്നുള്ളത് സ്ട്രോങ് ആക്കിയല്ലേ? ഇത് പെട്ടെന്ന് വായിക്കുമ്പോഴേ, അതായത് their house was small and strong ആയി പോയി പെട്ടെന്ന് വായിച്ചു. വെരി ഗുഡ്. സ്ട്രേഞ്ച് എന്നുള്ളതിന് ഈ ആഡ് ചെയ്യാനാണുള്ളത്, പക്ഷെ അത് നമ്മള് ശ്രദ്ധിക്കുക. മീനിങ് വൈസ് വരുമ്പോ അത് ഓക്കെയാണ്, പക്ഷെ ആൻസർ അതല്ലാത്തത് ആൻസർ അതല്ല. കാരണം STRA എന്ന് ഇവിടെ വരുന്നുണ്ടല്ലോ. സ്പെല്ലിംഗ് തെറ്റിയെന്ന് വിചാരിച്ചു. അപ്പൊ അത് തെറ്റ്. ഡാർക്സ് ശരിയാണ്, ക്ലീൻ ശരിയാണ്, സ്ട്രെച്ചിങ് ശരിയാണ്, ആർഗ്യുമെന്റ് ശരിയാണ്. 1 2 3 4 5 6 ശരി. 6 ശരിയാകുമ്പോ 15 മാർക്ക്. ഓക്കെ, എഴുതിയാല് നമുക്ക് എന്തെങ്കിലും എഴുതിയിടായിരുന്നു, മൈനസ് ഇല്ലാത്തതുകൊണ്ട്. മുന്നേ നടത്തിയ എക്സാമിലൊന്നും ഈ റൗണ്ടിൽ നമുക്ക് മൈനസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതിന് മൈനസ് ഇല്ല. അതുകൊണ്ട് ഇതിന് മൈനസ്. ഓക്കെ, അയ്യോ, ശരിയാണ്. സ്പീഡിൽ എഴുതിയതാ. ഓക്കെ, ഇതെന്താ മാൻ എഴുതിയ? മെന്നാണ് വരേണ്ടത്. ഹൺസ്മെൻ ആണ്. ഓക്കെ, അപ്പം തെറ്റില്ലേ? നന്നായി. ഡാർക്സ് ശരിയാണ്. സ്ട്രോങ് ഞാൻ ഷമി ഒരേ സാധനം എഴുതി വെച്ചത്. ക്ലീൻ അപ്പൊന്നില്ലല്ലോ. ഇതിൽ ഒന്നിച്ചാ വേർഡ് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഭയങ്കര ഡെഡിക്കേഷൻ. സ്ട്രെച്ചിങ്, ആർഗ്യുമെന്റ് ശരിയാണ്. കോഫിൻ ശരിയാണ്. ആരും ശരിയാക്കാത്തത് ശരിയാക്കിയിട്ടുണ്ട്.
കോഫിന് 2 എണ്ണ ഉണ്ട് ഇതില്. അത് ഞാൻ ഒരു എണ്ണ വേണ്ടു. ഇതില്ല, അത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്താ. ഓക്കെ, ഇതില്ലല്ലോ, ഇതില്ല, അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പാരസിന്റെ ഈ ഏക്ക് എന്തിനാന്ന് ഇവിടെ തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8. ഓ, ഇത് 8 മാർക്ക്. ശ്രീകാര്യം ബറാബർ. രണ്ടുപേരും ഒരേപോലെയാണ് ഇപ്പൊ പോകുന്നത്. ഗൈസ്, ഇതാണ് ഇതിലൊക്കെ ഉള്ള മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇതില് ക്വീന് തെറ്റായിരുന്നു, പിന്നെ ബ്യൂട്ടിഫുൾ തെറ്റായിരുന്നു, ഫെയറസ്റ്റ് തെറ്റായിരുന്നു, തെറ്റ് വന്നു, റേജ് തെറ്റ് വന്നു, സ്ട്രേഞ്ച് തെറ്റ് വന്നു, ഡാർക്സ് എന്നുള്ളത് വീക്ക് വരെ F ആണ് ഇവിടെ കൊടുത്തത്. ക്ലീൻ തെറ്റായിരുന്നു, സ്ട്രെച്ചിങ് തെറ്റായിരുന്നു, ആർഗ്യുമെന്റ് തെറ്റായിരുന്നു, കോഫിൻ തെറ്റായിരുന്നു. 2 തെറ്റുണ്ടായിരുന്നു കോഫിന്. 5 ഒന്നും മാത്രമേ ഇതിൽ 5 2.5 മാർക്ക്. അത് സാറ് ഒരേ വാക്ക് 2 സ്ഥലത്ത് പ്രയോഗിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഷാമിക്ക് ഫസ്റ്റ് റൗണ്ടില് 21 കിട്ടി, രണ്ടാമത്തേല് 15 കിട്ടി. അതെ, ഇപ്പൊ ചെറിയ മാർക്ക് വ്യത്യാസത്തിലാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത റൗണ്ടിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ അടുത്ത എക്സാം വരാൻ പോവാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത, ഞാൻ എപ്പോഴും മാർക്ക് കുറയ്ക്കുന്ന, വൃത്തിക്കൊക്കെ എന്റെ മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു എക്സാം ആണ് ഡ്രോയിങ് ആണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. എനിക്കൊരു മീഡിയം ലെവലിൽ ആരും തുറന്നു നോക്കാൻ പാടില്ല. മനസ്സിലാവും. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇങ്ങനെ വെച്ച് വരച്ചൂടെ? ഏത് അത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, 5 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടാവുക. അതിന്റെ ഉള്ളില് എല്ലാം ക്ലിയർ ആയിട്ട് വരയ്ക്കണം. മാർജിൻ വരയ്ക്കണ്ടല്ലോ സാർ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. മാർജിൻ വേണ്ട. ഓക്കെ, ഞാൻ മാർജിൻ വരച്ചു സാർ. ആർക്കെങ്കിലും എക്സ്ട്രാ പേപ്പർ എന്തെങ്കിലും വേണോ? വേണ്ട, ഞാൻ മാർജിൻ എന്നാ വായിക്കട്ടെ. അതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ നോക്കുക, വൃത്തിയിൽ വരയ്ക്കുക. ഓക്കെ, അതിനനുസരിച്ച് മാർക്ക് വരിക. 3 2 1 സ്റ്റാർട്ട്. വളരെ ചെറുതാണ് ഗൈസ് നമുക്ക് വരയ്ക്കാനുള്ളത്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. മഴ ഉണ്ട്, കൊട ഉണ്ട്, ചെമ്മരിയാട് ഉണ്ട്, പൂവുണ്ട്, ചെടി ഉണ്ട്, ഒക്കെ ഉണ്ട്. മനസ്സിലാവില്ല. ഇതൊരു കണക്കും കയ്യും കിട്ടൂല സാറേ, ഇത് എന്താ നോക്കിയിട്ട് കാര്യമില്ല. സോറി, ഇത് മനഃപൂർവ്വമാണ്. അല്ല, 1.5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത്ര പെട്ടെന്നോ? നടക്കൂലോ. 3 മിനിറ്റ് 40 സെക്കൻഡും ബാക്കി. ചെമ്മരിയാണ്ട കാല് മാത്രം മതിയോ? ബാക്കിയെല്ലാം വേണ്ടല്ലേ? വേണമെങ്കിൽ സമയം തരല സാറേ. തർക്കുത്തരം പറഞ്ഞ എക്സാം ഹോളിൽ എടുത്ത് പുറത്തുള്ളൂ. എന്നാ ഞാൻ പുറത്തു വയ്ക്കൂ. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഞാൻ വിചാരിക്കും കൈസ് എന്നെ കൊണ്ട് ഇത് പറ്റുന്നു, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റൂല. ഒരു മിനിറ്റ് 59 സെക്കൻഡ് ബാക്കി. ഷാമി നീങ്ങി ഇവിടെ ശ്രീന്റെ അടുത്തെത്തിയല്ലോ. ഷാമിന്റെ അടുത്തെത്തിയോ? ഞാനാണ് അങ്ങോട്ട് പോയത്. ഈ വരയില് മാത്രം എനിക്ക് എന്താ ശരിയാവാത്തെന്ന് അറിയില്ല. എനിക്ക് സമയം എടുത്താലേ വരയ്ക്കാൻ പറ്റുള്ളൂ. എനിക്കും പോയാണ്ടോ അവിടുന്ന് ഇവരൊക്കെ വൃത്തിയുണ്ട്. അടുത്ത പേപ്പറിലോട്ട് നോക്കാൻ പാടില്ല. മഴത്തുള്ളിക്ക് തന്നെ ഒരു ലോഡ് സമയം എടുക്കുമല്ലോ ഭഗവാനെ. ലാസ്റ്റ് 1 മിനിറ്റ്. ഇതിൽ എനിക്ക് ഒരു മാർക്കും കിട്ടാനില്ല, അതെനിക്ക് ആദ്യം അറിയാം. പിന്നെ ഞാൻ വരയ്ക്കണല്ലോ എന്ന് വിചാരിച്ച് വരയ്ക്കാന്ന് മാത്രം. എല്ലാം പഠിക്കുന്നതാന്ന് വിചാരിക്കുന്നു. ഞാൻ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം വരച്ചില്ല കേട്ടോ. കൊടയായിരിക്കും. അതെ, 40 seconds. 40 Last 10 seconds. കഴിഞ്ഞു. ഞാൻ വരയ്ക്കാൻ വിട്ടുപോയോ? എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ നേരം കൊണ്ട് എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുള്ളത്, പക്ഷെ പറ്റുന്നത്ര വരച്ചിട്ടുണ്ട്. എല്ലാവരും വരച്ചിട്ടുണ്ട്. ഞാൻ എന്ത് വൃത്തിയായിട്ട് അത് വരച്ചു നോക്കിയേ. പക്ഷെ അതിലെല്ലാം ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഞാൻ മാക്സിമം കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും എല്ലാം വരച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വരച്ചിട്ടുണ്ട്. എന്താ പിന്നെ വിട്ടുപോയിണ്ടോന്ന് എനിക്കറിയില്ല.
ഞാനിങ്ങനെയാണ് guys വരച്ചിട്ടുള്ളത്. വരച്ചത് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. ഇന്റത് ഒരു കമ്പനിയുടെ ഫ്രീക്കനാണ് കേട്ടോ. എന്താ ഹെയർ സ്റ്റൈലൊക്കെ. ഇതാ guys, 3 ആളും വരച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഉള്ളത്. ഇതില് മാർക്ക് ഇടുക എന്ന് പറഞ്ഞാൽ മാർക്ക് ഇടുന്ന ആൾക്കൊരു വലിയ ചാലഞ്ച് ആയിരിക്കും. അതെ അതെ അതെ, ഇരുന്ന് മാർക്ക് ഇട്ടോളൂ. ഇൻവിജിലേറ്റർ ഇരുന്ന് തപ്പി പിടിച്ച് മഴത്തുള്ളി അടക്കം എണ്ണണ്ടി വരുന്ന അവസ്ഥയാണിത്. ഇതിനെനിക്ക് നിങ്ങൾ കുറച്ച് സമയം തരണം. എടുത്തോളൂ. ഇതാണ് ഗൈസ് നമ്മൾ 3 പേരും വരച്ചത്. ഇത് ശ്രീ വരച്ചത്, ഇത് ഞാൻ വരച്ചത്, ഇത് 5 വരച്ചത്. ഇതാ ഓരോരുത്തരുടെ പേര് ഇവിടെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീന്റേത് കംപ്ലീറ്റ് അല്ലാത്തൊരു അവസ്ഥ ഉണ്ട് ഗൈസ്. ഇതാ ഇവിടെ മുടി ഉണ്ടായിരുന്നു. ഇതാ ആ മുടി ഞാൻ വരച്ചിട്ടില്ല. ഈ ഷീപ്പിന്റെ മുടി ഇതാ ഇവിടെ വരച്ചിട്ടില്ല. പിന്നെ കൈകള് വരച്ചിട്ടില്ല. അതായത് എയറിലാണ് നിൽക്കുന്നത്. കൊട തല താങ്ങിയിട്ടാണ് കൊട നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അംബ്രല്ല കുഴപ്പമില്ല. അംബ്രല്ലന്റെ ചെറിയൊരു വര കംപ്ലീറ്റ് അല്ലാത്തുള്ളൂ. അതൊന്നും പ്രശ്നമുള്ളതല്ല. മെയിൻ ആയിട്ടുള്ള കൈയും തലയും ഇവിടെ മുടികൾ ഇവിടെ വരച്ചിട്ടില്ല. മെയിൻ ആയിട്ട് ഒരു 3 മിസ്റ്റേക്സ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് കാണുന്നത് അല്ലെ. അതെ അതെ അതെ, 3 മിസ്റ്റേക്സ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ബാക്കി ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആണ്. നീറ്റും ഉണ്ട്, കവർ ചെയ്തിട്ടുണ്ട്, ഒച്ചുണ്ട്, ഒക്കെ ഉണ്ട്. ഷാമിന്റെ നോക്കുമ്പോ ഷാമി ഒരുവിധം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ളിയും വരച്ചിട്ടുണ്ട്. ഇത്ര നേരം നോക്കിയതിൽ വിട്ടുപോയിട്ടൊന്നുമില്ല. നീറ്റ്നെസ്സും ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വരാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ 5-ന്റേത് ഇന്റത് ഞാൻ എറിഞ്ഞിട്ട പോലാണ്. കുറച്ച് നീറ്റ്നെസ് കുറച്ച് കുറവുണ്ട്. പക്ഷെ അത്രക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇല്ല, പക്ഷെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോറി, സാറിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മഴത്തുള്ളി ഉണ്ടാവും. ഷീപ്പിന്റെ തടി വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഷീപ്പിനാണ് തടി കറക്റ്റ്. ഈ ഷീപ്പും കുറച്ചുകൂടെ വലിയ തടി കറക്റ്റ് ആണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആണ്. കുറച്ചൊരു നീറ്റ്നെസിന്റെ കുറവുണ്ട് അല്ലെ. അപ്പം ഇത് കണ്ടെടുത്തോളം ഗൈസ് ഷാമിക്ക് നമ്മള് ഫുൾ മാർക്ക് കൊടുക്കേണ്ട ഇതിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഷാമി ഫുൾ മാർക്ക് വാങ്ങിക്കാണ്. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു വർക്ക്. 5 മിനിറ്റിനുള്ളിലാണ് ഇത്രയും വരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷാമിക്ക് 25 മാർക്ക്. വൃത്തി. വെരി ഗുഡ് സാറേ, വെരി ഗുഡ്. വെരി ഗുഡ്. അതുവരെ മുഴുവൻ എഴുതാൻ വയ്യ. അങ്ങനെ തന്നെ എഴുതാം. അഞ്ജുന് നീറ്റ്നെസിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് 2 മാർക്ക് കുറയ്ക്കാം. അപ്പൊ അഞ്ജുന് 23 മാർക്ക്. ഓക്കെ, ശ്രീക്ക് 2 കൈ പോയിട്ടുണ്ട്, 3 കൈ പോയിട്ടുണ്ട്, മുടി പോയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ശ്രീക്ക് നമുക്ക് 20 മാർക്ക് കൊടുക്കാം. അപ്പൊ ശ്രീക്ക് 20 മാർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മളുടെ വരാൻ പോകുന്നത് അവസാനത്തെ വിധി നിർണയത്തിലേക്കുള്ള എക്സാം ആണ് വരാൻ പോകുന്നത്. ഇതുവരെ ഓരോരുത്തരും മാർക്ക് എത്രയാന്ന് അറിയണ്ടേ? ഇതിലായിരുന്നു എനിക്ക് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു എക്സാം. അതിൽ ഞാൻ നേടി. അത് ഫുൾ മാർക്ക് നേടി. താങ്ക് യു. ആ ട്രോഫിയിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി പോവാണ്. ഈ പേരിൽ ആരാണ് ആ ട്രോഫിക്ക് എന്താ പറയാ അർഹരായിരിക്കുന്നത് നമുക്ക് ഇപ്പൊ അറിയില്ല. മാർക്സ് ഒന്നും വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സത്യം, അടുത്ത ഒരൊറ്റ എക്സാമും കൂടെ കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കൂട്ടി വെക്കാം. എന്നിട്ട് നോക്കാം ആരാണ് ആ ട്രോഫിയിലേക്ക് എത്തുന്നത്. ഈ എക്സാം ഏതായിരുന്നു മറന്നു. എനിക്ക് ടെൻഷൻ. അതാണ് എനിക്ക് ഏറ്റവും ടെൻഷനുള്ള എക്സാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. എക്സാം ആണ്. എനിക്ക് എഴുതാൻ ഞാൻ കുറച്ച് പിന്നിലോട്ടാണ് സ്പീഡില് എഴുതാൻ. അതായത് സ്പീഡ് റൈറ്റിംഗ് ആണ്. സാർ അടുത്ത ഒരു പേപ്പർ കൂടെ വേണം. എനിക്കും ഒരു പേപ്പർ. ഇത് വലുതാണ്. വെറുതെ കയ്യിൽ വെക്കാനാ. അതെ, താങ്ക് യു സാർ. സാർ പേപ്പർ ഇല്ലേ? പേപ്പറൊക്കെ ഇഷ്ടം പോലെ. താങ്ക് യു. മാർക്കി വരച്ചു നോക്കട്ടെ. താങ്ക് യു. ഓക്കെ, 5 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക. 5 മിനിറ്റിനുള്ളിൽ കുത്തും കോമയും അടക്കം നിങ്ങൾ അത് വൃത്തിയിൽ എഴുതണം. ഓക്കെ, വൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയത് വായിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഈ എന്താ പറയാ, നമ്മള് കൂട്ടി എഴുതിയാലൊന്നും കുഴപ്പമില്ലല്ലോ. കൂട്ടി എഴുതിയാൽ കുഴപ്പമില്ല, പക്ഷെ വായിക്കാൻ പറ്റണം. റെഡി അല്ലേ? 3 ഹെഡിങ് എഴുതണ്ടേ സാറേ? ഹെഡിങ് ഒക്കെ എഴുതണം. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ പോയി. നമ്മത് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് മനസ്സിലാവില്ല. സത്യം.
അങ്ങനെ ഭയങ്കരമായി കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതണം. ഒന്നര മിനിറ്റ് കഴിഞ്ഞു. കൈ വേദന ഗൈസ്, നല്ല വേദനയുണ്ട്. അടുത്ത പേജാ? അല്ലടാ, അത് നേരെ മാറ്റി പിടിച്ചതാണ്. ലാസ്റ്റ് 3 minutes. ഞാനിതില് പൊട്ടി, എനിക്ക് എഴുതാൻ പറ്റും. ഞാനും പൊട്ടി. ഇത് കുറച്ച് വലിയ പാരഗ്രാഫാണ്. വലിയ പാരഗ്രാഫാ. ഇത് അടുപ്പിച്ചുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാഫ് വരെ എഴുതി കഴിയാൻ സാധ്യത കുറവാണ്. നല്ല സാധ്യത കുറവാണ്. ലാസ്റ്റ് 30 seconds. 9, 8. കഴിഞ്ഞു. എവിടെ എത്തിയില്ല ഗൈസ്, ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഞാനും എത്രയോ ആ രണ്ടാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് പറ്റിയില്ല ഗൈസ്. എനിക്കും രണ്ടാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കും പറ്റില്ല. രക്ഷയില്ല. ഞാന് മൂന്നാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ ലൈന്. മൂന്നാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ ലൈൻ എത്തിയോ? ഇതല്ലേ മൂന്നാമത്തെ പക്ഷേ ഇതില് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കർവ് ഉണ്ടെങ്കിൽ ഓരോ മിസ്റ്റേക്കിനും ഓരോ മാർക്ക് വീതം കുറയും. നമുക്ക് തന്നെ വിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. അത് വിഷയമില്ല. ഓക്കെ, നോക്കി തുടങ്ങാം. നോക്കാം. ഇത് കുറച്ച് ടഫ് ആയിരുന്നു ഗൈസ്. ഭയങ്കര കൈ വേദന. എനിക്ക് അത്ര സ്പീഡിൽ എഴുതാൻ കഴിയൂല. എന്റെ എഴുത്ത് കുറച്ചിങ്ങനെ ചെറുതാ. എന്റെ എഴുത്ത് ഞാൻ പേന തൊട്ടിട്ട് കുറെ കൊല്ലായതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതെ ഗൈസ്, കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ തന്നെ ചടപടാന്ന് എഴുതി ആ ഒരു ഫ്ലോ പോയതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. സത്യം. പക്ഷെ കുഴപ്പമില്ല, വൃത്തിക്ക് എഴുതാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചടപടാന്നാണ് ഞാൻ വൃത്തിയില്ല. നോക്കാം. ഗൈസ്, ഞാൻ ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫ് ഇത് ഈ വേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വരെയാണ് ഞാനപ്പോൾ എഴുതിയത്. ഗൈസ്, ഞാനിതാ ഇവിടെ വരെയാണ് എഴുതിയത്. അതായത് രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ നിർത്തി. ഞാനിതാ ഗൈസ് ഇവിടെ എനിത്തിങ് എൽസ് ആഡ് ചെയ്യാണ്ടായിരുന്നു. ആ എൽസും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്റെ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവായിരുന്നു. പക്ഷെ അപ്പത്തേക്ക് നമ്മളെ ടൈമർ കഴിഞ്ഞു പോയി. അതിന്റെ തുടങ്ങുന്നത് ഗൈസ്. ഇതുവരെ അവിടെ നിന്ന് ഇപ്പൊ ഇവിടുന്ന് തുടങ്ങുന്നത്. തുടങ്ങി നോക്കി. റെഡി. Once upon a time there was a beautiful girl called Cinderella. Once upon a time there was a beautiful girl called C capital ആണ്, O capital ആണ്. ഓക്കെ, സാറിന് പെൻസിൽ വേണോ? for very unkind who made her do all the hard work. Full stop. ഓക്കെ, S capital. S capital വന്നിട്ടുണ്ട്. ബട്ടൺ B capital. but the three sisters, comma. ഓക്കെ, ഇവിടെ വരെയാണ് ഇപ്പോൾ എഴുതിയത് അല്ലേ? എൽസും കൂടെ എഴുതാൻ രണ്ടാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്സ് ഒന്നുമില്ല. എഴുതിയതൊക്കെ കറക്റ്റ് ആണ്. ഇവിടെ വരെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇനി അടുത്തത് ഇന്റതാണ് ഗൈസ്. ഓക്കെ, once upon a time there was a beautiful girl. O capital. C ഇവിടെ ക്യാപിറ്റൽ ആണ് വന്നത്. ശരി. ഓഹോ, ദേ ഇവിടെ വരെയാണ് ഇപ്പൊ എഴുതിയത് അല്ലേ? അതെ, ഇവിടെ വരെയാണ് ഇപ്പൊ എഴുതിയത്. അതുവരെ ഫുൾ കറക്റ്റ് ആണ്. 5നെ അപേക്ഷിച്ച് ഒരു ഒറ്റ ലൈന് കുറവ് അല്ലേ? അതെ. ബാക്കി ഇതിൽ വേറെ മിസ്റ്റേക്സ് ഒന്നുമില്ല. ഇതുവരെയൊക്കെ കറക്റ്റ് ആണ്. എല്ലാ കുത്തും കോമയൊക്കെ ഉണ്ട്. അതില് കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലേ? അതെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അടുത്തത് ഇനി ഇന്റത് നോക്കുകയാണ്. അപ്പോ O capital. Once upon a time there was a beautiful. ഗൈസ്, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്നല്ല, ഈ ഗ്രാൻഡ് എന്നുള്ളത് ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് ഒരു എക്സ്ട്രാ ഒരു സ്പെല്ലിംഗ് കയറിയിട്ടുണ്ട്. അത് കൂട്ടി എഴുതിയപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതിന് നമുക്കൊരു മൈനസ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ബോള്. പിന്നെ 3 girls were invited. 3 girls were. ഓക്കെ, അപ്പൊ ഇവിടെ വരെയാണ് എഴുതിയത്. ഡൗൺ സ്റ്റേഴ്സ് വരെ, ഇവിടെ വരെയാണ് സ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വരെയാണ് എത്തിയത്. അതെ. ഓക്കെ, ഷാമി എത്തിയത്
ഷാമി ഇവിടെ വരെ ആയിരുന്നു 5 എനിത്തിങ് വരെ അല്ലേ? എല്ലാരും തമ്മിൽ 1-2 ലൈനിന്റെ രണ്ട് ലൈനിന്റെ വ്യത്യാസം. ഷാമിയും 5ഉം തമ്മിൽ 1 ലൈനിന്റെ വ്യത്യാസം. കുറച്ച് വേർഡ്സിന്റെ വ്യത്യാസം. കുറച്ച് വേർഡ്സിന്റെ വ്യത്യാസം. 5ഉം ശ്രീയും തമ്മിൽ ഒരു 2 ലൈനിന്റെ വ്യത്യാസം. ഷാമിയും ശ്രീയും തമ്മിൽ ഒരു 3 ലൈനിന്റെ വ്യത്യാസം. ഇനി ഗൈസ് നമുക്ക് മാർക്സ് ഇടാം. അവസാനത്തെ മാർക്സ് ആണ് ഗൈസ് ഇതെല്ലാം നിർണ്ണയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മുഴുവൻ എഴുതിയാലാണ് ഞാൻ 25 മാർക്ക് എന്ന് തന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും പകുതി വരെ എത്തിയിട്ടില്ല. അപ്പം ശ്രീ എഴുതിയത് ഇവിടെ വരെയാണ്. ഏറ്റവും കൂടുതൽ എഴുതിയ ശ്രീയാണ്. ഏറ്റവും കൂടുതൽ ശ്രീയാണ്. അപ്പൊ ശ്രീക്ക് എഴുതിയതിന് ഇതുവരെ എഴുതിയതിന് നമുക്കൊരു 12 മാർക്ക് കൊടുക്കാം. അത് കറക്റ്റ്. അതിനെ കൂടുതൽ ഒരു മിസ്റ്റേക്ക് വന്നു, അപ്പൊ 1 മാർക്ക് കുറയും. അപ്പൊ ശ്രീക്ക് റൈറ്റിംഗിന് 11 മാർക്ക്. ഓക്കെ, അപ്പൊ ഷാമിന്റേത് ഷാമി ഇവിടെ വരെയാണ് എഴുതിയത്. ശ്രീനെ അപേക്ഷിച്ച് ഒരു 3 ലൈനെങ്കിലും കുറവുണ്ട്. അപ്പം ഷാമിക്ക് എഴുതിയതിന് നമുക്ക് ഒരു 9 മാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, മാറിപ്പോയി, തെറ്റുകളില്ല. അതുകൊണ്ട് ഷാമിക്ക് 9 മാർക്ക്. ഓക്കെ, അഞ്ച് ഇതാ ഇവിടെ വരെയാണ്. പാരഗ്രാഫിന്റെ എൽസും കൂടെ എഴുതിയിട്ടില്ല. അപ്പൊ ഇതുവരെ എനിത്തിങ് വരെയാണ് എഴുതിയിട്ടുള്ളത്. ശ്രീന്റെ ഒരു 2 ലൈൻസ്. അതെ, ശ്രീന്റേത് ഡൗൺ സ്റ്റേഴ്സ് ആയിരുന്നു. ഇന്റേത് ഞാനും ശ്രീയും തമ്മിൽ 2 ലൈൻസിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 5ക്ക് ഒരു 10 മാർക്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ, ആർക്കും ഒബ്ജക്ഷൻ ഒന്നും ഇല്ലല്ലോ? ഫെയർ അല്ലേ? ഫെയർ ആയിട്ടുള്ള മാർക്സ് ആയിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ എക്സാംസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല എന്താ എങ്ങനെയാന്നുള്ളത്. ആർക്കാണ് ഈ ട്രോഫി കിട്ടാൻ പോകുന്നത് ഇതുവരെ ഞങ്ങൾ കാൽക്കുലേറ്റ് മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോ. അവരവരുടെ കാൽക്കുലേറ്റ് ചെയ്തോ. ഓക്കെ, എനിക്ക് ഫസ്റ്റത്തേതില് 19 മാർക്കായിരുന്നു ആദ്യത്തെ എക്സാമില്. രണ്ടാമത്തെ എക്സാമില് എനിക്ക് 20 മാർക്കായിരുന്നു. മൂന്നാമത്തെ ഡ്രോയിങ് എക്സാമിന് എനിക്ക് 20 മാർക്കായിരുന്നു. 4ാമത്തെ സ്പീഡ് റൈറ്റിങ്ങിന് 11 മാർക്ക്. അപ്പൊ 19 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 11 ടോട്ടൽ 70 മാർക്കാണ്. ഇനി ഷാമിന്റെ ഓക്കെ ഗൈസ്, അപ്പൊ എനിക്ക് ഫസ്റ്റ് എക്സാമിൽ കിട്ടിയത് 21.5 മാർക്കായിരുന്നു. 21.5 മാർക്ക് പ്ലസ് പിന്നെ രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് കിട്ടിയത് 15 മാർക്കായിരുന്നു. അതിൽ ഞാൻ വളരെ കുറവാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 15 പ്ലസ് പിന്നെ മൂന്നാമത്തെ എക്സാമിൽ ഡ്രോയിങ്ങിന് ഫുൾ മാർക്ക്. അതെ, പക്ഷെ അതിൽ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 25 പ്ലസ് 9 പിന്നെ ലാസ്റ്റ് 9. ഇതിലും ഞാൻ വളരെ കുറവാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 21.5 പ്ലസ് 15 പ്ലസ് 25 പ്ലസ് 9 70 മാർക്ക്. അല്ലെങ്കിൽ 71 അങ്ങനെ 21.5 15 25 9 70 മാർക്ക്. 70 മാർക്ക്. ആ 25 സ്കോർ ചെയ്തതിൽ പിടിച്ചതാണ്. ഇനി 5ന്റെ. ഓക്കെ, അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയത് 19 മാർക്ക്. ഓക്കെ, 19 ടെൻഷൻ രണ്ടാമത്തതിൽ എനിക്ക് കിട്ടിയത് 20 മാർക്ക്. മൂന്നാമത്തെ ചിത്രം വരയ്ക്ക് എനിക്ക് കിട്ടിയത് 23 മാർക്ക്. 4ാമത് ഈ സ്പീഡ് റൈറ്റിംഗിൽ കിട്ടിയത് 10 മാർക്ക്. 5ക്ക് 72. പറഞ്ഞില്ലേ, ചെറിയ ഡിഫറൻസിലല്ല. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഈ മാർക്സ് ഒക്കെ എന്താ പറയാ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാന്നുള്ള ആ ഒരു രീതിയിലാണ് ഗൈസ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് 3ാമത് കപ്പ് കിട്ടിയത് ഭയങ്കര എന്താ പറയാ, അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കാര്യം ആരായിരിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതെ, നമുക്ക് വെട്ടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ സെക്കൻഡ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അത്രയും ഡിഫറൻസ് ഉള്ളു. 72 70 70 എല്ലാം ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. അരമാർക്ക് 1.5 മാർക്കിന് ഡിഫറൻസ്. ഇനി ആനുവൽ എക്സാമിന് പിടിക്കാം. ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറയാൻ മറന്നു. ഞങ്ങൾ എക്സാം എഴുതുമ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും ഇരുന്ന് എക്സാം എഴുതി നോക്കാം. നല്ല രസമായിരിക്കും. ഓൾറെഡി എക്സാം, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാൻ ഇപ്പൊ എക്സാം
എഴുതുക. അത് കഴിഞ്ഞ് വെക്കേഷൻ വരുന്ന സമയത്ത് ഈ ചാലഞ്ച് ഒന്നും കൂടി എടുത്ത് കണ്ടിട്ട് ഈ ഈ ക്വസ്റ്റ്യൻ ഫൺ എക്സാം ഒന്ന് എഴുതി നോക്കുക. അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാരും എക്സാം എഴുതുന്ന എല്ലാവർക്കും all the best. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള നേരെ താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഓക്കെ. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് എത്രയുള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamya. This is Sanjita. Signing off.